നമസ്കാരം. നമസ്തേ. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ എന്താ പറയുക, ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളെല്ലാവരും കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ GDP 7.8% വലിയ തരത്തിലോട്ടുള്ളൊരു വളർച്ചയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാന മാധ്യമങ്ങളും മാധ്യമ പേപ്പറുകളും എല്ലാം ഈ കാര്യം പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതും അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ, ഇതിൻ്റെയൊക്കെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം വളർന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ GDPയുടെ കാര്യം പറയുന്നുണ്ട്. GDP വലിയ തരത്തിൽ വളർന്നു എന്നുണ്ടെങ്കിൽ പോലും രൂപയുടെ മൂല്യം ദിനം ദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നത്. അപ്പം രൂപയുടെ മൂല്യം ഈ പറയുമ്പോൾ തന്നെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഫേക്ക് എന്താ പറയുക നരേഷൻ മാത്രമാണോ? ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെയുള്ള കാലഘട്ടം, അതായത് ഫൈനാൻഷ്യൽ ഇയർ 2026 എന്നാണ് അതിന് പറയുന്നത്, 25-26. ആ കാലഘട്ടത്തിൽ ഒരു കൊല്ലം 25 ഏപ്രിൽ 1 തൊട്ട് 26 മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന GDP 7.8%, 7.7% വളർച്ച നേടി എന്നാണ് ഇന്നലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ NSO പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ഇത് ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായിട്ടുണ്ട്. ഈ അവസാനത്തെ ക്വാർട്ടർ, അതായത് ഈ മാർച്ച് 31 വരെയുള്ള ആ ക്വാർട്ടർ, അതില് 7.8% വളർച്ചയാണ് അവസാനത്തെ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. ശരിക്കും പ്രതീക്ഷയെ കവച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന വളർന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ യുദ്ധം, അതുപോലെ എണ്ണയുടെ വിലക്കയറ്റം, സ്വർണത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള ഇറക്കുമതി, അങ്ങനെ ഇന്ത്യയുടെ ഒരു ട്രേഡ് ഇംബാലൻസ്, അതായത് നമ്മുടെ ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കൂടി നിൽക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വളർച്ചാ നിരക്ക് വളരെ ശ്ലാഘനീയമായ വളർച്ചയാണ് ഇന്ത്യ സമ്പദ്ഘടന നേടിയിരിക്കുന്നത്. അത് ആണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകും. ഇപ്പം എന്നോട് ഫവസ് ഒരു ചോദ്യം ചോദിച്ചു, ഈ സമ്പദ്ഘടന GDP ഇത്ര വേഗം വളരുമ്പോൾ അത് മറ്റു സാമ്പത്തിക രംഗത്തെ മറ്റു ഘടകങ്ങളിൽ അത് പ്രതിഫലിക്കേണ്ടതല്ലേ? ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് ഈ GDPയുടെ വളർച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ. വലിയ സമ്പദ്ഘടനയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് വളർച്ചയുടെ കാര്യത്തിൽ. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു വളർച്ച മറ്റു പലയിടത്തും പ്രതിഫലിക്കാത്തത്? ഉദാഹരണത്തിന് രൂപയുടെ മൂല്യം. അതിൻ്റെ മറുപടി, ഈ രൂപയുടെ മൂല്യം സമ്പദ്ഘടനയുടെ വളർച്ചയായിട്ട് ചില ബന്ധങ്ങളുണ്ടെങ്കിലും രൂപയുടെ മൂല്യം പൂർണ്ണമായിട്ടും സമ്പദ്ഘടനയുടെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. രൂപയുടെ മൂല്യം ഇപ്പോൾ താഴോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, രൂപയുടെ മൂല്യം കണക്കാക്കുന്നത് ഡോളറുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. ഈ ഡോളറിൻ്റെ മൂല്യം അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ഉയർന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ കാരണം അമേരിക്കയിലെ ഉയർന്ന പലിശ നിരക്ക്, അതുപോലെ തന്നെ ഈ ലോകത്തുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം സാമാന്യ ഇൻവെസ്റ്റർ എപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ പണം അല്ലെങ്കിൽ അവരുടെ മൂലധനം ഡോളറിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. അതായത് മറ്റു ഇന്ത്യൻ കറൻസി പോലുള്ള കറൻസികളിൽ അവർക്കുള്ള താല്പര്യം നഷ്ടപ്പെട്ടത് ഈ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ഉയർന്ന പലിശ നിരക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ കൊണ്ട് പണം നിക്ഷേപിച്ചാൽ കിട്ടുന്ന റിട്ടേണിനേക്കാൾ കൂടുതൽ അമേരിക്കയിൽ തന്നെ നിക്ഷേപിച്ചാൽ കിട്ടുമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയിൽ നിക്ഷേപിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഡോളർ എന്നത് സ്വാഭാവികമായിട്ടും ലോകത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള വിനിമയ കറൻസിയാണ്. അത് കഴിഞ്ഞിട്ടേ വരൂ യൂറോയോ അതല്ലെങ്കിൽ യെന്നോ ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു കാരണമാണ് ഇതിൻ്റെ വളർച്ചാ നിരക്കിലെ നമ്മുടെ ആ ഒരു കുതിപ്പ് നമ്മുടെ കറൻസിയുടെ ബലമായിട്ട് മാറാതിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ദിവസം കുറേ നടപടികളൊക്കെ എടുത്തു. അതായത് വിദേശ നിക്ഷേപകർക്ക്
ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന പിന്നെ പലിശയ്ക്ക് നമ്മളിവിടെ ടാക്സ് കൊടുക്കണം. അത് ലോങ് ഈ ഗെയിൻസ് അല്ല, പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന്റെ ടാക്സ്, ആ ടാക്സ് കുറച്ചു. അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ടാക്സുകളും കുറച്ചിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 12.5-13% ആയിരുന്നു. അത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു 20% ടാക്സ് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു പ്രവണത ഈ ടാക്സ് കുറയുന്നതോടുകൂടി വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത് വിദേശത്ത് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനികളുടെ ഷെയറുകൾ മാത്രമല്ല, സർക്കാരിൻ്റെ ബോണ്ടുകൾ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 നികുതികളും എടുത്തു മാറ്റിയത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുമ്പോഴുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് മേലുള്ള ടാക്സ് ആണ്. അതുപോലെ അവരുടെ ഡിവിഡൻറ്റിന് മേലുള്ള ടാക്സും അതും നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം എനിക്ക് തോന്നുന്നു പല രീതിയിലായിട്ടൊരു 30%-ലധികം വരുന്ന ടാക്സുകൾ കുറവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പാശ്ചാത്യ നിക്ഷേപകർക്ക് അമേരിക്കയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിൽ നിക്ഷേപിച്ചാൽ ഇപ്പോൾ വലിയ റിട്ടേൺസ് കിട്ടും. അത് കാരണം അവരുടെ മുഴുവൻ സമ്പത്തും അവിടെ നിക്ഷേപിക്കുന്നു. അതായത് പുതുതായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ നിക്ഷേപങ്ങളുടെ മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോൾ അവർ ആ പണം പിൻവലിച്ചിട്ട് അത് അമേരിക്കയിൽ നിക്ഷേപിക്കും. ഫെഡറൽ റിസർവിൻ്റെ കടപ്പത്രങ്ങളിലേക്ക് ആ നിക്ഷേപം പോകുന്നു. ഇതാണ് ഈ രൂപയുടെ മൂല്യം പെട്ടെന്ന് താഴാനുള്ള ഒരു കാരണം. അതായത് ട്രംപ് ഡോളർ ശക്തിപ്പെടുത്താനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും ട്രംപ് തുടങ്ങി. അത് 2 കാരണങ്ങളാണ്. അമേരിക്ക എന്ന രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ ഒരു സ്വാധീനം, അവരെ ലോകരാജ്യങ്ങളും ഒക്കെ തന്നെ ഈ ഡോളർ ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നു. അമേരിക്കയുടെ ശക്തി അമേരിക്കയുടെ ഡോളറാണ്. യഥാർത്ഥത്തിൽ ചൈനയുടെ കയറ്റുമതി ശക്തിയൊന്നും അമേരിക്കയ്ക്കില്ല. അപ്പം നിങ്ങൾ നോക്കിയാൽ മാനുഫാക്ചറിങ് രംഗത്തെ ഏറ്റവും വലിയ പവർ ഹൗസ് അമേരിക്കയാണ്, അല്ല ചൈനയാണ്. ചൈനയ്ക്ക് വലിയ ട്രേഡ് സർപ്ലസ് ആണ്. എനിക്ക് തോന്നുന്നത് ചൈനയുടെ ട്രേഡ് സർപ്ലസ് 2-3 ട്രില്യണിലധികമാണ്. അതായത് ഒരു 10,000-3000 ബില്യൺ ഡോളറൊക്കെ, 1000 ബില്യണിൽ എന്തായാലും മുകളിലാണ് അവരുടെ ട്രേഡ് സർപ്ലസ്. വലിയ ട്രേഡ് സർപ്ലസ് ആണ്. ആ ട്രേഡ് സർപ്ലസ് ഉള്ള ഒരു എക്കോണമിയാണ് ചൈന. പക്ഷെ അമേരിക്ക ആ രീതിയിലുള്ള ട്രേഡ് സർപ്ലസിലല്ല. അമേരിക്ക ഇത്രയധികം കടമെടുത്തിട്ടുള്ളൊരു രാജ്യം വേറെയും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അമേരിക്കയുടെ സൈനിക ശക്തി അത് അവരുടെ മൊത്തം സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാണ്. പല ആൾക്കാരും പലപ്പോഴും ചിന്തിക്കാതൊക്കെ ചോദിക്കാറുള്ളൂ, എന്തിനാണ് ഈ സൈനിക ശക്തി? അത്രയും പണമെടുത്ത് നമുക്ക് സൈന്യത്തിന് ആയുധം വാങ്ങിക്കുന്ന പണമെടുത്ത് നിങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമപ്രദമായ പദ്ധതികൾ ചെയ്തുകൂടെ? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് പലപ്പോഴും ഇതൊക്കെ തമ്മിലുള്ള സങ്കീർണമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഞാനൊരു സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ തലത്തിലേക്ക് അതെടുക്കുകയാണ്. ഏറ്റവും കരുത്തനായ വ്യക്തിക്ക്, വെറും ശാരീരിക ആരോഗ്യം തന്നെ ആണെന്നിരിക്കട്ടെ, ഏറ്റവും കരുത്തനായ വ്യക്തിക്ക് പലപ്പോഴും ഒരു അംഗീകാരമുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അയാളോട് പോയിട്ട് ആവശ്യമില്ലാതെ അയാളെ ശല്യപ്പെടുത്താൻ പോലും, അയാൾ ഒരു കട ഒരു സ്ഥലത്തിട്ടാൽ ആ കടയിൽ കയറി അക്രമം കാണിക്കാൻ അടുത്തുള്ള ആൾക്കാർ വരത്തില്ല. പല രീതിയിലും ഒരു കരുത്തനോട് ഒത്തുചേർന്ന് നിൽക്കാൻ ബാക്കി എല്ലാവരും ആഗ്രഹിക്കും. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ വരെയുണ്ട്. ഞാൻ ഈ കരുത്തെന്ന് പറഞ്ഞ ശാരീരിക ആരോഗ്യം മാത്രമാവണമെന്നില്ല. അത് മറ്റു രീതിയിലുള്ള സംഘടനാ ബലമുള്ള ആളാവും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സാമൂഹിക അംഗീകാരമുള്ള ആളാവും. ഇത്തരം അംഗീകാരങ്ങളൊക്കെ പലപ്പോഴും സമ്പത്തുമായിട്ടും കൂടെ കണക്ട് ചെയ്യപ്പെടാം. വേണമെങ്കിൽ ഈ വ്യക്തിക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് അവൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ മെച്ചത്തിലേക്ക് അവൻ്റെ ഈ കരുത്ത് സാമൂഹിക കരുത്താവാം, ശാരീരിക കരുത്താവാം, മറ്റു രീതിയിലുള്ള കരുത്താവാം, അതൊക്കെ പ്രയോജനപ്പെടുത്താം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൈനിക ശക്തി എപ്പോഴും സമ്പദ്ഘടനയുടെ ശക്തിയായിട്ട് മാറും. അത് നമ്മുടെ കറൻസി, അതായത് അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്നുള്ള സ്ഥാനം. അമേരിക്ക മറ്റു സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ളിൽ യുദ്ധം നടക്കാറില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്ക ലോകത്തിൻ്റെ പല കോണിൽ പോയി യുദ്ധം ചെയ്യും. പക്ഷേ അമേരിക്കയുടെ ജിയോഗ്രഫിക്കൽ ലിമിറ്റിനുള്ളിൽ യുദ്ധം ഉണ്ടാവാറ് ഇല്ല. അമേരിക്ക ഇറാനിൽ വന്ന് യുദ്ധം ചെയ്യും. ഗൾഫിനാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, ഇന്ത്യക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്.
അമേരിക്ക കുവൈത്തിലും സിറിയയിലും അതുപോലെ ആ, ലിബിയയിലും ഒക്കെ പോയി യുദ്ധം ചെയ്തു. അത് ആ യുദ്ധത്തിന്റെ പ്രതിഫലനം ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായി. ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യുക്രൈനെ അമേരിക്ക ആയുധവും പണവും കൊടുത്ത് സഹായിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അമേരിക്കയ്ക്കുള്ളിൽ ഒരു സുരക്ഷിതത്വമുണ്ട്. ആ സുരക്ഷിതത്വമാണ് ലോകത്തിലെ എല്ലാ മൂലധനത്തെയും അമേരിക്കയിലേക്ക് ഒഴുക്കുന്നത്. അതായത് അമേരിക്കയുടെ സൈനിക ശേഷിയാണ് അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനം, മാനുഫാക്ചറിങ് കപ്പാസിറ്റി അല്ല. പിന്നെ അവർക്ക് ഈ ആധുനിക ടെക്നോളജികളിലുള്ള ഒരു മെച്ചം, അതായത് ഇപ്പോൾ IT മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ, അതുപോലെ പിന്നെ എന്താണ്, ലോകത്തെ എല്ലാ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസസിന്റെയും ആസ്ഥാനം അമേരിക്കയാണ്. ആമസോൺ എടുക്കുക, ഗൂഗിൾ എടുക്കുക, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾ എടുക്കുക. ടെക്നോളജിക്കൽ കമ്പനികളെല്ലാം US ബേസ്ഡ് ആണ്. അതൊരു ഭാഗത്ത്. ഇനി നമുക്ക് പിന്നെ ഫൗസ ചോദിച്ച ഒരു ചോദ്യത്തിനൂടെ മറുപടി പറഞ്ഞിട്ട് ഞാൻ പൊതുവിൽ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സമയം പരിമിതമാണ്. അതിനുള്ളിൽ ഞാൻ ഇതിന്റെ വിവിധ വശങ്ങളൊന്നും സ്പർശിക്കാം. അതായത് ഇന്ത്യയുടെ പിന്നെ പല മേഖലകളിലും കഴിഞ്ഞ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഓവറോൾ പുരോഗതി തന്നെയാണ്, വളർച്ച തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുഖ്യമായിട്ടും ഏതാണ്ട് മാനുഫാക്ചറിങ് മേഖല 12% വളർന്നു എന്നാണ് ആദ്യത്തെ 3 ക്വാർട്ടറിൽ. പക്ഷെ അവസാനത്തെ ക്വാർട്ടറിൽ മാനുഫാക്ചറിങ് മേഖലയുടെ വളർച്ച താഴേക്ക് വന്നു. അത് 7.3% കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആദ്യത്തെ 3 ക്വാർട്ടറുകൾ വലിയ വളർച്ചയാണ്. അത് മൊത്തം ആവറേജ് നമ്മുടെ GDP ഗ്രോത്തിനേക്കാൾ വലിയ വളർച്ചയാണ് മാനുഫാക്ചറിങ് സെക്ടർ രേഖപ്പെടുത്തിയത്. അത് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ കാർഷിക മേഖല ഒരു 3-3.5% വളർച്ചയാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വളർച്ച കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വളർച്ച കാർഷിക മേഖലയ്ക്കുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് കൂടാതെ ട്രേഡ്, ഹോട്ടൽസ്, ട്രാൻസ്പോർട്ട്, ഫൈനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ്, IT മേഖല, ഇവയൊക്കെ തന്നെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇന്ത്യയുടെ കുതിച്ചുയരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, കുതിച്ചുയരുന്ന സ്വർണത്തിന്റെ ഇറക്കുമതി, ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡ് ഇംബാലൻസിന്റെ കാരണം. അതുകൊണ്ടാണ് നമുക്ക് വ്യാപാര കമ്മി നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം പല രീതിയിലുള്ള ക്രൂഡ് ഓയിൽ മാത്രമല്ല, ക്രൂഡ് ഓയിലോ പ്രകൃതിവാതകമോ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇന്ധനങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു വർഷത്തെയൊക്കെ നമ്മുടെ ഇമ്പോർട്ട് ബില്ലെന്ന് പറയുന്നത് ഒരു $220 ബില്യൺ അടുപ്പിച്ചാണ്. അത് വലിയ, അതായത് നമ്മുടെ ഇറക്കുമതിയുടെ സിംഹഭാഗവും ഇതിലേക്കാണ്. അതുപോലെ തന്നെയാണ് സ്വർണവും. സ്വർണം ഇത്ര വരില്ലെങ്കിലും ഞാൻ ആ കണക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും സ്വർണവും കഴിഞ്ഞ വർഷമൊക്കെ $80 ബില്യൺ സ്വർണമൊക്കെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടെ ഈ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിക്ക് പോലും ഒരു ന്യായീകരണമുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 5 റിഫൈനിങ് കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ പലതും പെട്രോളായിട്ടും ഡീസലായിട്ടും ഹൈസ്പീഡ് ഏവിയേഷൻ ഫ്യൂവലായിട്ടും ഒക്കെ മാറ്റിയിട്ട് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു എക്സ്പോർട്ടിനുള്ള റോ മെറ്റീരിയലായിട്ടും ക്രൂഡ് ഓയിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്വർണത്തിന്റെ കാര്യത്തിൽ അതല്ല. സ്വർണം നമ്മൾ പിന്നെ ആഭരണങ്ങളായിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഡൊമസ്റ്റിക് യൂസ് വളരെ വലുതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ കാരണമാണ് ഇന്ത്യക്ക് വലിയ വ്യാപാര കമ്മി നിലനിൽക്കുന്നത്. ഈ വ്യാപാര കമ്മിയാണ് ഒരു തരത്തിൽ രൂപയുടെ മൂല്യം കൂട്ടാത്തത്. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ അമേരിക്ക, ആദ്യം ഞാൻ പറഞ്ഞു അമേരിക്കയുടെ ഉയർന്ന പലിശ നിരക്കും അതുപോലുള്ള പിന്നെ ഡോളറിന്റെ ശക്തിപ്പെടലും, അതൊക്കെ ആണെങ്കിലും ഇപ്പൊ ചൈനയെ പോലെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയെങ്കിൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇങ്ങനെ താഴില്ല. അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അത് പിന്നെ ഇപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് സെൻട്രൽ ബാങ്ക് മാർക്കറ്റിൽ വലിയ ഇന്റർവെൻഷൻസ് നടത്താറുണ്ട്. ചൈനീസ് യുവാന്റെ മൂല്യം അവർ വേണമെന്ന് വിചാരിക്കുമ്പോൾ കൂട്ടുകയും അവർ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ അത് കുറയ്ക്കുകയും അതൊക്കെ അവർ ചെയ്യാറുണ്ട്. അവർ വലിയ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ മാർക്കറ്റിൽ നിന്നും ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ഈ 2-3 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്നും ഏതാണ്ട് 2 ലക്ഷം കോടിയിലധികം തുക വിദേശ നിക്ഷേപകർ പിൻവലിച്ചു. ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് ഇപ്പൊ 5-ാം സ്ഥാനത്തോ 6-ാം സ്ഥാനത്തോ താഴോട്ട് വന്നിരിക്കുകയാണ് മൊത്തം മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി മാനുഫാക്ചറിങ് മേഖല നന്നായിട്ട്
വളർത്താതെ നമുക്ക് ആ, നമ്മുടെ കറൻസിയുടെ മൂല്യം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുവരെ നമ്മൾ അമേരിക്കയെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അമേരിക്കയെ പറയുന്നത് കേൾക്കേണ്ട വരും. പിന്നെ ആകെ ഒരു പ്രതീക്ഷ ഈ ബ്രിക്സ് പോലുള്ള രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു കോമൺ കറൻസി ഉണ്ടാക്കി, അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യാപാരം ഡോളറിൽ നിന്ന് മാറി ഗൾഫ് രാജ്യങ്ങൾ ഈ ഡോളറിൽ മാത്രമല്ല മറ്റു കറൻസികളും സ്വീകരിക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ വ്യവസ്ഥതയിലേക്ക് കാലം മാറുകയാണെങ്കിൽ ഡോളറിന്റെ ആ അപ്രമാദിത്വം നഷ്ടപ്പെടുകയും അമേരിക്കയുടെ ഈ പറയുന്ന സമ്പദ് ഘടനയുടെ പൊള്ളത്തരം അവിടെ വെളിച്ചത്ത് വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ശരി, വലിയ പോരാട്ടത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. യുദ്ധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സമ്പദ്ഘടനയിൽ വലിയ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകാം. ഇത് മുഴുവൻ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവിടെയും ഞാൻ പറയും, നമ്മുടെ മാനുഫാക്ചറിങ് മേഖല ശക്തിപ്പെടുത്തി അതിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ബാക്കി നമ്മുടെ വളർച്ചകളെ ഒക്കെ തന്നെ അത് അതിൻ്റെ ഫലമായിട്ട് മാനുഫാക്ചറിങ് മേഖലയുടെ ആ വളർച്ചയുടെ കുറവ് ബാധിക്കാനിടയുണ്ട്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ മേഖലയിലേക്ക് സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും ഈ ആയുധങ്ങളുടെ നിർമ്മാണവും ആയുധങ്ങളുടെ വിപണനത്തിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. ഇതൊക്കെ തന്നെ കൂടുതൽ നമുക്ക് വിദേശ നാണ്യം നേടിത്തരികയും ഇന്ത്യയുടെ അതുപോലെ സെമി കണ്ടക്ടറൊക്കെ തന്നെ നമ്മൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് വളരെയധികം കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻ അത് വിജയിച്ച് കുറച്ചെങ്കിലും നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു 20-30% കൂട്ടാമെങ്കിൽ തന്നെ കാര്യമായ വ്യത്യാസം സമ്പദ്ഘടനയ്ക്കുണ്ടാകും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ ചലനങ്ങൾ കൂടുതൽ സശ്രദ്ധം വിശകലനം ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.